ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വ്ളോഗാണ്. ഓർഡറുള്ള ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വീഡിയോസാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാനിത് തലേന്ന് രാത്രി തന്നെ ഇതിന് സ്പഞ്ച് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. മിൽക്കിനട്ട് 2 kg കേക്കായിരുന്നു. അതിനുവേണ്ടി 6 മുട്ടയാണ് ഞാനിപ്പോൾ ബീറ്റ് ചെയ്യുന്നത്. 6 മുട്ടയും 2 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നന്നായി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. രാത്രി സ്പഞ്ച് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ ഫ്രോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഡബിൾ സൈസ് ആകുന്നവരെ ഇത് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ. അതുകൂടി ചേർത്ത് ഒന്ന് ചെറിയ സ്പീഡിലാക്കി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി ക്രീമി ടെക്സ്ചറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ച 2 കപ്പ് മൈദയും 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കുറച്ചായി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പാർട്ടായിട്ടാണ് മൈദ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചേർത്ത് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവർ ഫോൾഡ് ചെയ്യാൻ പാടില്ല. ഇതിനിടയ്ക്ക് ഞാൻ 1/4 കപ്പ് ഇളം ചൂട് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ മിസ്സായതാണ്. ബാറ്റർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു കേക്ക് ടിന്നിൽ ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ 30 to 35 മിനിറ്റ് കൊണ്ട് ഏകദേശം ഇത് റെഡിയായി കിട്ടും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കൊടുക്കാനുള്ള മിൽക്ക് കേക്കിൻ്റെ ബേസും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പിറ്റേന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചക്കത്തെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയിലൊന്ന് കട്ട് ചെയ്തെടുത്ത് കറി ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത്. ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. നോർമൽ ചിക്കൻ കറി തന്നെയാണ്. ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ടൈം ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ കറി ഉണ്ടാക്കി വെക്കുന്നത്. ഓർഡറുള്ള ദിവസം ആയതുകൊണ്ടാണ് നേരത്തെ തന്നെ കറിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. കറി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ കേക്കിൻ്റെ പണികളൊക്കെ തുടങ്ങാലോ എന്ന് വിചാരിച്ചിട്ടാണ്. കറിയുടെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് റെഡി ആകുമ്പോഴത്തേക്കും ഞാൻ ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യൽ. ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ദോശ മാവ് ഓരോ തവി ഒഴിച്ച് മസാല ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഓർഡറുള്ള ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റംസാണ് ഉണ്ടാക്കൽ, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ. അപ്പോൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ബാക്കി പണികളൊക്കെ തുടങ്ങുന്നത്. ഇനി അടുത്തത് ഞാൻ ഉണ്ടാക്കുന്നത് മിൽക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള മിൽക്കാണ്. ക്ലാസിക് മിൽക്ക് കേക്ക് ആയിരുന്നു ഓർഡർ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് തണുത്ത പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, 1 കപ്പ്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡും അതുപോലെ വിപ്പിംഗ് ക്രീമും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കേക്കിൻ്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കാം. കേക്ക് അതിന് മുന്നായിട്ട് ഒരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഹോൾസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് സെറ്റാവാനായി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി കുറച്ച് മിൽക്കും കൂടി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മിൽക്കിനിട്ട് ഫ്ലേവർ ആയിരുന്നു. അതാണ് മിൽക്ക് മെയ്ഡൊക്കെ വെച്ചിട്ട് വെറ്റ് ചെയ്തെടുത്തത് കേക്ക്. ഇനി അതിൻ്റെ മുകളിലായി വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ച ബദാമും കാഷ്യും ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ ലെയറും കേക്ക് ഇതുപോലെ വെച്ച് ഫ്രോസ്റ്റ് ചെയ്ത് ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഇതൊന്നും കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നില്ല. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റാവാനായി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇതിൽ ഓവറായിട്ട് ക്രീമൊന്നും സ്പ്രെഡ് ചെയ്തിട്ടില്ല. ഇതിൽ റോസറ്റ് ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ക്രീമിൻ്റെ ആവശ്യം വരില്ല.
കേക്ക് അങ്ങനെ സെറ്റാവാൻ വേണ്ടി ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ലഞ്ച് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഗീ റൈസാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഒരു പാത്രം വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, പിന്നെ ഒരു സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ചേരുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിക്ക് പാകത്തിന് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കുറച്ചിട്ട് അതിന് പകരമായിട്ട് ഞാൻ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1.5 കപ്പ് വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളവും 1/2 കപ്പ് പാലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നല്ലപോലെ തിളച്ച് വന്നാൽ ഇതിലേക്ക് അരി കൂടി ചേർത്ത് വേവിച്ചെടുക്കാം. അടുത്തത് ക്ലീനിങ് ആണ്. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ആ ഒരു ടൈം റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇതുപോലെ നെയ്ച്ചോറ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലഞ്ച് കഴിച്ചിട്ടാണ് കേക്കിൻ്റെ ബാക്കി വർക്ക് ചെയ്യുന്നത്. കേക്കിൻ്റെ ഒരു മോഡൽ അവർ സെൻഡാക്കി തന്നിട്ടുണ്ടായിരുന്നു, റോസറ്റ ഡിസൈന്. അതിൽ 2-3 കളേഴ്സ് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കളറൊക്കെ മിക്സ് ചെയ്തെടുക്കുകയാണ് ക്രീമിൽ. പർപ്പിൾ, ബ്ലൂ, അതുപോലെ സീ ഗ്രീൻ, അങ്ങനെയാണ് കളേഴ്സ് വരുന്നത്. അങ്ങനെ ഞാൻ 2-3 കളർ മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഓരോ ലെയർ റോസറ്റ ഡിസൈന് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. റോസറ്റ ഡിസൈൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ടോപ്പ് ലെയറിലും കൂടി കൊടുക്കാനുണ്ട്. അത് വൈറ്റ് കളറിലാണ് ചെയ്യുന്നത്. ഈ ഒരു കളറിൽ തന്നെയായിരുന്നു അവർ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. ഈ ക്രീം കൊണ്ട് ചെയ്താൽ പിന്നെ അറിയാലോ, കിച്ചൺ മൊത്തത്തിൽ ക്രീമായിരിക്കും. ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ആയിട്ടുണ്ട്. വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് സ്നാക്ക് ഉണ്ടാക്കുകയാണ്. പഴവും മുട്ടയും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണിത്. നേന്ത്രപ്പഴം ഒന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ടയും കുറച്ച് പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മുട്ട സെപ്പറേറ്റ് പഞ്ചസാരയും മിക്സ് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഡയറക്റ്റ് പാനിലേക്ക് തന്നെ ഒഴിച്ചതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പഴം ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഇത് ഞാൻ അധികം ഉണ്ടാക്കാറുണ്ട്. ഇത് മക്കളെ ഫേവറേറ്റ് ആണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് മിൽക്ക് കേക്കിലും ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി കേക്കിലുള്ള ടോപ്പേഴ്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോസും റീൽസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രോസൺ തീം കേക്കായിരുന്നു. അതിൻ്റെ പ്രിൻ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ടോപ്പർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഈ വീഡിയോൻ്റെ ലാസ്റ്റിലായിട്ട് കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. മിൽക്ക് കേക്ക് അവർ കൊണ്ടുപോയത് അവർ മോളെ ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ടായിരുന്നു. ക്ലാസ്സിൽ നിന്ന് ഫ്രണ്ട്സായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ
മിൽക്കി നട്ട് കേക്ക് അവരെ വീട്ടിൽ നിന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.